الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. ഏറെ ആദരണീയരായ ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ അതിവിശാലമായ സ്വർഗം നേടിയെടുക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവാചകന്റെ സുന്നത്തുകളെ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ സകല മേഖലകളും മതത്തിൻ്റെ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണമെന്ന ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുകയും അവന്റെ ഏറ്റവും നല്ല അടിമകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്നലെ മംഗലാപുരത്തിനടുത്ത് തലപ്പാടി എന്ന ഒരു പ്രദേശത്ത് വെച്ച് ഒരു കുടുംബത്തിലെ 5 പേരാണ് ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടത്. നമുക്ക് പരിചയമുള്ള SM അഹമ്മദ് സാഹിബ് എന്ന ആദർശ സഹോദരന്റെ കുടുംബമായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അതേ കുടുംബത്തിൽ തന്നെ മറ്റൊരു യാത്രയിൽ 7 പേര് മരണപ്പെടുകയുണ്ടായിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവിടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പാഠം പഠിക്കാനുണ്ട്. അള്ളാഹു മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ആ കുടുംബത്തിലുള്ളവർക്ക് സഹനവും ക്ഷമയും അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു പക്ഷേ യാത്രകൾ, സന്തോഷ യാത്രകൾ അവസാന യാത്രകളായി മാറാം. ചിരിച്ചു നിന്ന ഫോട്ടോകൾ ഒരു പക്ഷേ അവസാനത്തെ ഫോട്ടോ ആയി മാറാം. നാം ഞെക്കിപ്പിടിച്ച് പറഞ്ഞയക്കുന്ന ശബ്ദ സന്ദേശം, വോയിസ്, ഒരു പക്ഷേ നമ്മുടെ അവസാനത്തെ വോയിസ് ആയി മാറാം. കുടുംബത്തിൽ നിന്ന് പടിയിറങ്ങി കുളിച്ചൊരുങ്ങി മാറ്റി വന്ന നമ്മുടെ ഒരു പക്ഷേ അന്നത്തെ അവസാനത്തെ ജോലി ദിനമായി മാറാം. ഒന്നും നമ്മുടെ കൈകളിലല്ല. വിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രധാനപ്പെട്ട അധ്യായമായി നമ്മളൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ അതിന്റെ ഘടകങ്ങളെ വേർതിരിക്കുമ്പോൾ പ്രധാനമായി പറയുന്ന പരലോകബോധം, മരണചിന്ത എന്നത് ഖുർആനിന്റെ പ്രധാന പാഠഭാഗമാണ്. അവിടെ എല്ലാം അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്ന സന്ദേശം എന്താ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാവരും മരണം രുചിക്കുന്നതാണ്. സുമ്മ ഇലൈനാ തുർജഊൻ. പിന്നീട് എല്ലാവരും നമ്മിലേക്ക് മടക്കപ്പെടുന്നതാണ്.
ഇതിൽ ഞാനും നിങ്ങളൊക്കെ പെട്ടു. എല്ലാവരും മരണം രുചിക്കും. അവസാനം എല്ലാവരും നമ്മിലേക്ക് മടക്കപ്പെടുന്നതാണ്. മരിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ കുളിപ്പിച്ച് കഫൻ പുടവയിൽ പൊതിഞ്ഞ് 6 അടി മണ്ണിലേക്കൊരു യാത്ര കൊണ്ടുപോവുകയാണ്. വിലപിടിപ്പുള്ള എത്രയോ വാഹനങ്ങൾ അയാളുടെ കാർപോർച്ചിൽ കിടക്കുന്നുണ്ട്. പക്ഷേ 6 കാലുള്ള മയ്യത്ത് കട്ടിലിലേക്ക് അദ്ദേഹത്തെ എടുത്തു വെച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ്. വീട്ടിൽ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിനെ കിടത്തുന്നത് 6 അടി മണ്ണിലാണ്. ആദ്യ രാത്രി കൂടുന്നത് ആ ചളിമണ്ണിലായി മാറുകയാണ്. ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങളുടെ ഈ ജനാസക്ക് വേണ്ടി, ഈ സഹോദരന് വേണ്ടി എല്ലാവരും ഇസ്തിഗ്ഫാർ ചോദിക്കണം, പാപം പുറത്തു കിട്ടാൻ പ്രാർത്ഥിക്കണം. വസലൂ ലഹു തസ്ബീത്, അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക്, ഖബറിനകത്തുണ്ടാകുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടാൻ വേണ്ടി നിങ്ങൾ തസ്ബീത്ത് ചോദിച്ച് പ്രാർത്ഥിക്കണം. ഫഇന്നഹുൽ ആന യുസ്അൽ, ഇപ്പോൾ ഖബറിൽ ആ മനുഷ്യൻ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഖബറിനകത്തു ചില ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്താൻ നമുക്ക് സാധ്യമാകണം. ഹദീസിന്റെ ഷറഹിൽ കാണാം, മലക്കൈനി, അവന്റെ അടുത്ത് 2 മലക്കുകൾ വരും. യസ്അലാനിഹി, അവനോട് 2 പേരും ചോദ്യങ്ങൾ ചോദിക്കും. മൻ റബ്ബിഹി, അവന്റെ റബ്ബാരാണെന്ന ചോദ്യമുണ്ടായിരിക്കും. വഅൻ ദീനിഹി, അവന്റെ മതത്തെക്കുറിച്ച് ചോദ്യമുണ്ടാകും. മതം ഇട്ടെറിഞ്ഞ്, മതത്തെ പരിഹസിച്ച്, മത നിയമങ്ങളെ പുച്ഛിച്ച് തള്ളുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചോ. ഖബറിനകത്തും ഒരു പ്രധാന ചോദ്യമാണ്. വഅൻ ദീനിഹി വറസൂലിഹി അല്ലദീ ഉർസില ഇലൈഹി, അവരിലേക്ക് നിയോഗിച്ചയക്കപ്പെട്ട റസൂലിനെ കുറിച്ച് ചോദിക്കും. ഈ ഒരു റസൂലിനെ അറിയുമോ? ഈ പ്രവാചകൻ ആരാണെന്ന് താങ്കൾക്ക് അറിയുമോ എന്ന പല രൂപത്തിലുള്ള വിശദീകരണം കാണാൻ സാധിക്കും. ജീവിതത്തിൽ അതിന് മറുപടി പറയാൻ കഴിയണമെങ്കിൽ മുഹമ്മദുർ റസൂലി, എന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാണെന്ന് മറുപടി പറയാൻ സാധ്യമാകണമെങ്കിൽ ഇനി താഴെ പറയുന്ന 4 നിബന്ധനകൾ അയാൾ പാലിച്ചിരിക്കണം. കഴിഞ്ഞ ഖുത്ബ ശ്രദ്ധിച്ചവർക്കെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഒരു പ്രവാചകനോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണെന്ന് ഓർമ്മപ്പെടുത്തുകയുണ്ടായിരുന്നു. ഖബറിനകത്തുള്ള നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയണമെങ്കിൽ ഇനി പറയുന്ന 4 നിബന്ധന അയാൾ പാലിക്കണം. 1, ത്വാഅത്തുൻ നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ അമർ, ആ പ്രവാചകൻ നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ശരിയാവണ്ണം യാതൊരു നിലക്കും ഏറ്റക്കുറച്ചിലുകളില്ലാതെ അനുസരിക്കുന്നവനായി മാറണം. 1ാമത്തെ നിബന്ധനയാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ പലയിടത്തും അല്ലാഹനെ അനുസരിക്കണം എന്ന് പറയുന്നതിന്റെ കൂടെ വഅതിഉല്ലാഹ വഅതിഉർ റസൂൽ, അല്ലാഹനെ അനുസരിക്കണം, ഖുർആൻ അനുസരിക്കണം, വഅതിഉർ റസൂൽ, റസൂലിനെ അനുസരിക്കണം, ഹദീസുകൾ അനുസരിക്കണം, സുന്നത്ത് അനുസരിക്കണം. ചേർത്ത് വെച്ചാ പറഞ്ഞത് ആരെങ്കിലും ഒരാൾ റസൂലിനെ അനുസരിച്ചാൽ അവൻ അല്ലാഹനെ അനുസരിച്ചിരിക്കുന്നു. അല്ലാഹന്റെ കൽപ്പനയാണ് റസൂൽ പഠിപ്പിച്ചിരുന്നത്. അത് പാലിച്ചവനൊക്കെ, റസൂലിനെ അനുസരിച്ചവനൊക്കെ അല്ലാഹനെ അനുസരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫത്തഖുല്ലാഹ വഅതിഊൻ, എല്ലാ നബിമാരും പറഞ്ഞ വാക്കാണ്. അല്ലാഹനെ സൂക്ഷിക്കണേ, പ്രവാചകനാകുന്ന എന്നെ നിങ്ങൾ അനുസരിക്കണേ. ഇതെല്ലാ നബിമാരും പറഞ്ഞ സന്ദേശമാണ്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അത്വാഅനി ദഖലൽ ജന്ന, എന്നെ ആരാണോ ശരിക്ക് അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത് അവരൊക്കെ സ്വർഗത്തിലായിരിക്കും. വമൻ അസാനി, ആരെങ്കിലും എന്നെ ധിക്കരിച്ചാൽ ഫഖദ് അബാവർ, വിസമ്മതിച്ചവരാണ്, നരകാവകാശികളാണ്. അനുസരിച്ചവർക്കാണ് സ്വർഗം. അനുസരണയാണ് നിദാനം. ഇസ്ലാം എന്ന മതത്തിന്റെയും പ്രധാന തത്വം അനുസരണയാണ്. അല്ലാഹുവിനോടും റസൂലിനോടുള്ള സമ്പൂർണമായ അനുസരണമാണ് പഠിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു തആല പറയുന്നുണ്ട്, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്ക്, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ശരിക്ക് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ. നമുക്ക് രക്തം നൽകി, ശരീരം നൽകി, മാതാപിതാക്കൾ നൽകി, ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ചോദിക്കാതെ നൽകിയ റബ്ബിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ
ഫത്തബിഊനി, പ്രവാചകനായ എന്നെ നിങ്ങൾ പിൻപറ്റണം. എങ്കിൽ യുഹ്ബുബുക്കുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ നന്നായി സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അതിലൂടെ അല്ലാഹ് പുറത്തു തരും. നബിനെ അനുസരിക്കുക, നബിനെ നന്നായി പിൻപറ്റി അങ്ങ് അതുപോലെ നമ്മൾ കൃത്യമായി പാലിക്കാൻ തയ്യാറാവുക. യഥാർത്ഥ സ്നേഹമുള്ളവനാണെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ചതൊക്കെ അനുസരിക്കും. വ്യാജമായ സ്നേഹമുള്ളവൻ പ്രവാചകന്റെ കൽപ്പനകൾ ധിക്കരിച്ചുകൊണ്ടേയിരിക്കും. അത് മനസ്സിലാക്കുക. 2 നിബന്ധനകളിൽ രണ്ടാമത്തേത് തസ്ദീഖുഹു ഫീമാ അമറ അഖ്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു കാര്യമാണോ നമ്മളോട് പറഞ്ഞ് കൽപ്പിച്ചു തന്നതെങ്കിൽ അത് സത്യമാണെന്ന് അംഗീകരിക്കും. പിന്നെ അതിനെ പരിഹസിക്കുക, അത് നിഷേധിക്കുക, അത് അംഗീകരിക്കാതിരിക്കുക, അത് എന്റെ ബുദ്ധി കൊണ്ടൊന്നും നമുക്ക് മനസ്സിലാകണില്ല, അത് 2025 പുറത്തു പറയാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ ഹദീസുകളെ, നബി പഠിപ്പിച്ച സത്യങ്ങളെ മൂടി നടക്കുന്നവരാണോ നമുക്ക് നിബന്ധനയിൽ തെറ്റുപറ്റിയിട്ടുണ്ട്? ആരാ പ്രവാചകൻ നബി തങ്ങൾ എന്തെങ്കിലും പറഞ്ഞ കാര്യം അബദ്ധം സംഭവിക്കുമോ? ഏതെങ്കിലും വിഡ്ഢിത്തരങ്ങൾ പറയുമോ? ഒരിക്കലുമില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അവസാന പ്രവാചകൻ തന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് മുഴുവൻ വഹിയിന്റെ അടിസ്ഥാനത്തിലാ. വഹി ആര് കൊടുത്തതാ? അല്ലാഹു തആല കൊടുത്തതാണ്. അതുകൊണ്ടത് അംഗീകരിച്ചേ പറ്റൂ. പ്രവാചകന്റെ വാക്കുകളെ, അവിടുത്തെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നവരായി മാറണം നമ്മൾ. അതോടൊപ്പം തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങളെ, പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളെ സത്യമാണെന്ന് അംഗീകരിക്കാനും പറയാനും പ്രചരിപ്പിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. 3ാമത്തെ നിബന്ധന ഇജ്തിനാബു മാ നഹാ അൻഹു വസജർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു കാര്യം പാടില്ലെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അത് മുഴുവൻ ഒഴിവാക്കിയെങ്കിലേ ഖബറിനകത്ത് നമുക്ക് രക്ഷപ്പെട്ട് മറുപടി പറയാൻ പറ്റൂ. ഇവിടെയാണ് നമ്മൾ പലപ്പോഴും കുടുങ്ങിപ്പോകുന്നത്. നബി തങ്ങൾ പലിശ പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്നു, പക്ഷേ ജീവിതത്തിൽ പലിശ കൊണ്ട് നടക്കുന്നവരാണോ? നമുക്ക് ഉത്തരം കിട്ടില്ല. കച്ചവടത്തിൽ എത്രയോ ഇസ്ലാമിക നിയമങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു, അത് പാലിക്കാത്തവനാണോ ഈ കൽപ്പനക്ക് അയാൾ എതിരാണ്. ഒരു ഭാര്യ എന്ന നിലക്ക്, ഒരു ഭർത്താവ് എന്ന നിലക്ക് ഇസ്ലാം പറഞ്ഞ ഒരു ചട്ടക്കൂടുണ്ട്, അത് ലംഘിക്കുന്നവനാണോ അവൻ ഈ കൽപ്പനക്ക് പുറത്താണ്. അള്ളാഹുവിന്റെ ദീന് പറയുന്ന പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് നടക്കുന്നവരാരുണ്ടോ ഈ ഖബറിനകത്തുള്ള ചോദ്യത്തിന് മറുപടി ഉണ്ടാകില്ല. അതുകൊണ്ടായിരിക്കാം ഇസ്ലാം ഏത് കാലഘട്ടത്തിലും ശിർക്കിനെ ശക്തമായി എതിർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാപാപങ്ങളിൽ 1ാമതായി ശിർക്ക് എണ്ണിക്കഴിഞ്ഞു. അതുകൊണ്ട് ഒരിക്കലും ഇനി നമുക്ക് ശിർക്ക് ചെയ്യാൻ വകുപ്പില്ല. 7 മഹാപാപങ്ങൾ എണ്ണിയിട്ടുണ്ട്. അതിൽ പലിശയുണ്ട്, കൊലപാതകമുണ്ട്. നമുക്കത് ചെയ്യാൻ ഇനി ഒരു വഴിയുമില്ല. അത് മഹാപാപങ്ങളിൽ നബി തങ്ങൾ എണ്ണിക്കഴിഞ്ഞിട്ടുണ്ട്. അൽ മൂബിഖാത്ത്, മറ്റു ദോഷകരമായ വലിയ പാപങ്ങളുണ്ട്. വസ്സഗായിർ, ചെറുതെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പാപങ്ങളുണ്ട്. വമക്റൂഹാത്തിൻ, വെറുക്കപ്പെട്ടതായ തെറ്റായ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ഉപേക്ഷിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകരോടുള്ള നമ്മുടെ കടമകൾ, ബാധ്യതകൾ ശരിയാകുന്നത്. വമാ പ്രവാചകര് നിങ്ങൾക്ക് എന്തൊരു കാര്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അത് സ്വീകരിക്കണം. കൽപ്പിച്ച് ചെയ്യണം എന്ന് പറഞ്ഞതൊക്കെ ചെയ്യണം. നിങ്ങളോട് എന്തൊരു കാര്യം അരുതേ, പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് നിങ്ങൾ ഒഴിവാക്കണം. സൂറത്തുൽ ഹശറിലെ 7ാമത്തെ ആയത്താണ്. ഈ ഒരൊറ്റ ആയത്ത് മതി നമുക്ക് നമ്മളെ വിലയിരുത്താൻ. പ്രവാചകർ കൊണ്ടുവന്ന നന്മകളൊക്കെ സ്വീകരിക്കുന്നവരായി നിങ്ങൾ മാറണം. നബി തങ്ങൾ എന്തൊരു കാര്യം അരുതേ, പാടില്ല എന്ന് വിലക്കിയിട്ടുണ്ടോ അത് മുഴുവൻ നിങ്ങൾ ഉപേക്ഷിക്കുന്നവരായി മാറണം. 3ാമത്തെ നിബന്ധനയാണ് പറഞ്ഞത്. ഇവിടെയാണ് തിന്മകൾ ഒഴിവാക്കിയാവണം നമ്മുടെ മഹബത്ത്. അങ്ങനെ മഹബത്തുണ്ടെങ്കിൽ ഈമാൻ യസീദ്, ഈമാൻ ഇങ്ങനെ കൂടി വരും. ഈമാൻ ഇങ്ങനെ കൂടി വന്നാൽ നബി തങ്ങൾ പഠിപ്പിച്ച അമലു സ്വാലിഹാത്തുകൾ അയാളുടെ ജീവിതത്തിൽ ധാരാളം അങ്ങ് കടന്നു വരും. അത് നമുക്ക് പാഠമാകാനുണ്ട്. 4ാമത്തെ നിബന്ധന അല്ലാ യുഅബദല്ലാഹ് ഇല്ലാ ബിമാ ശറഅഹു അലാ ലിസാനി നബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നവരായി മാറണം. നമുക്ക് തോന്നിയ പോലെ സ്വലാത്ത് ഉണ്ടാക്കുക, നമുക്ക് തോന്നിയ പോലെ ഖബറാരാധനകൾ നടത്തുക, നമുക്ക് ശരിയെന്ന് തോന്നുന്ന ഓരോന്നോരോന്ന് അങ്ങനെ കെട്ടിയുണ്ടാക്കി അങ്ങനെ ചെയ്തു കൂട്ടുക, ഇതിനൊക്കെ അള്ളാന്റെ ഇബാദത്തായി പരിഗണിക്കുക സാധ്യമല്ല, കൂലി കിട്ടൂല. നബി തങ്ങൾ ദീനായി പഠിപ്പിച്ചതിനെ പാലിച്ച് ശർആയി കൊണ്ടു നടന്നവൻക്കേ പരലോകത്ത് അല്ല ഖബറിനകത്ത് ഉത്തരം കിട്ടുകയുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു, മൻ അമില അമലൻ, ഒരാൾ ഒരു കാര്യം ചെയ്യുന്നു, ശ്രദ്ധിച്ചോ, ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുന്നു, ഒരു കാര്യം, ലൈസ അലൈഹി അംറുനാ, നമ്മുടെ തീരുമാനമില്ല, നമ്മുടെ കൽപ്പനയില്ല, മതത്തിന്റെ വഹിയിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഒരു കൽപ്പനയും വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? എന്റെ ബാപ്പ ചെയ്യുന്നുണ്ടോ? ബാപ്പ കാരണവന്മാര് ചെയ്യുന്നുണ്ടോ? ഭൂരിഭാഗം ചെയ്യുന്നുണ്ടോ? നേതാക്കന്മാര് ചെയ്യുന്നുണ്ടോ? ഇന്ന നേതാക്കന്മാരൊക്കെ നരകത്തിലാണെങ്കിൽ ഞാനും നരകത്തിലാണ്, ഇന്ന നേതാക്കന്മാരൊക്കെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനും ചെയ്യും ഒക്കെ വാദിക്കുകയാണോ? നബി പഠിപ്പിച്ച വാക്ക് ഫഹുവ റദ്ദുൻ, അത് ആര് ചെയ്താലും ഞാൻ പഠിപ്പിക്കാത്തതാണെങ്കിൽ അത് റദ്ദ് ചെയ്യണം, തടയണം, തള്ളണം. എടുക്കാൻ പറ്റൂല, കൊള്ളാൻ പറ്റൂല. ഇത് ഏതെങ്കിലും ഒരു ആചാരവുമായി ബന്ധിപ്പിച്ചാൽ എല്ലാത്തിനുമുള്ള പൊതുവായ തത്വമാണെന്ന് ഞാൻ ഈ പഠിപ്പിച്ചു വന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏത് സമയവും ഈ ഖബറിനകത്തേക്ക് നമ്മുടെ ജനാസ ഇറക്കി വെക്കാനുള്ള മണിക്കൂറുകൾ, ഏതൊരു മനുഷ്യനും ളുഹറിന് മരണപ്പെട്ടാൽ അസറിന് മഗ്രിബോടുകൂടെ അയാൾ ഖബറിലാണ്. വൈകുന്നേരമായാൽ രാവിലെ വരെ ചിലപ്പോൾ കാത്തു നിൽക്കാതെ രാത്രിയിൽ എത്ര ജനാസകൾ മറവ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചു പോവുക. ആ ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഈ 4 നിബന്ധനകളെ നമ്മൾ പൊന്നുപോലെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇനി ഉലമാക്കന്മാര് പറയുകയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ജീവിച്ചാൽ അവനിൽ പ്രവാചകനോടുള്ള നല്ല മഹബത്ത് വരാൻ തുടങ്ങും. ഒരു കൃത്രിമ ആവശ്യമില്ല, ഇല്ലാത്തത് കെട്ടിത്തൂക്കേണ്ട ആവശ്യമില്ല, വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചടങ്ങുണ്ടാക്കേണ്ട ആവശ്യമില്ല. ഉള്ളത് ചെയ്താൽ സ്നേഹം കൂടാൻ തുടങ്ങും. ഒരാൾക്ക് സ്നേഹമുണ്ടായാൽ അയാൾക്ക് എന്തൊക്കെ അടയാളങ്ങൾ കാണാൻ കഴിയും? അടയാളങ്ങൾ ഉണ്ടാവും. അതെന്തൊക്കെയാ? ഇത്തിബാഉ സുന്നതിഹി ഖൗലൻ വഫിഅലാ. ഒരു പ്രവാചക സ്നേഹിയായ മനുഷ്യനാണെങ്കിൽ നബി പഠിപ്പിച്ച സുന്നത്ത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അയാൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തുകൾ ഇങ്ങനെ അയാളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. വജ്തിനാബുൻ നവാഹി, നബി വിലക്കിയ കാര്യങ്ങൾ അയാളുടെ വീട്ടിൽ, വേഷത്തിൽ, വസ്ത്രത്തിൽ എവിടെയും അയാൾ വിലക്കുന്നതായി നിനക്ക് കാണാൻ പറ്റും. എണ്ണിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആദാബ് അയാൾ പാലിക്കാൻ തുടങ്ങും. കൈ കൊടുക്കും, സലാം പറയും, ചിരിക്കും, ദേഷ്യം നിയന്ത്രിക്കും, ഭാര്യയോട് നന്നായി പെരുമാറും, മക്കളോടുള്ള ബാധ്യത നിർവഹിക്കും, വഞ്ചനകൾ ഒഴിവാക്കും, കാപട്യങ്ങൾ ഒഴിവാക്കും. എല്ലാ അദബുകൾ അയാളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ധാരാളമായി സ്മരിക്കാനും പറയാനും അയാൾ സന്നദ്ധനാകും. എപ്പോഴെങ്കിലും ഒരു ദിവസമല്ല, എപ്പോഴും കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തും. നബിന്റെ പേരിൽ ധാരാളം നബി പഠിപ്പിച്ച സ്വലാത്ത് അങ്ങും അധികരിപ്പിച്ചു കൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ നാളെ പരലോകത്ത് ഹൗദുൽ കൗസർ കുടിക്കാൻ നേരത്ത്, നാളെ പരലോകത്ത് വിചാരന്റെ സമയത്ത്, നാളെ സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിക്കുന്ന സമയത്ത് എന്റെ നേതാവിനെ കണ്ടുമുട്ടണേ എന്ന വല്ലാത്ത അടങ്ങാത്ത കൊതി ഉള്ളിലുണ്ടാകും. നമ്മുടെ നാട്ടിലൊക്കെ ഏതെങ്കിലും വിചിത്ര അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ ചെയ്ത് വലിയ വലിയ സെലിബ്രിറ്റികളാകുന്ന ആളുകളൊക്കെ കാണാൻ വേണ്ടി എന്തു തിക്കും തിരക്കാണ് നമ്മുടെ നാട്ടില്. നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉള്ളിൽ കാണാനുള്ള മനസ്സിന്റെ അങ്ങേയറ്റത്തെ അടങ്ങാത്ത മോഹം അയാളുടെ മനസ്സിനുള്ളിൽ ഇങ്ങനെ പ്രാർത്ഥനകളായിട്ട് വരാൻ തുടങ്ങും. അതുപോലെ തന്നെ ആ പ്രവാചകനെ നന്നായി മഹത്വപ്പെടുത്തും. നല്ല ബഹുമാന ആദരവുകളോടെ മാത്രമേ സംസാരിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് കൊണ്ട്,
നബി തങ്ങൾ എത്രമാത്രം സൂക്ഷിച്ചിരുന്നു എന്ന വിഷയം പറയുമ്പോൾ പ്രവാചകൻ ഒരിക്കലും തന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും ഒന്ന് പറയുകയോ എപ്പോഴെങ്കിലും അള്ളാന്റെ കൽപ്പനക്ക് എതിരായി പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇൻ അത്തബിഉ ഇല്ലാ മാ യുഹാ ഇലയ്യ, ഞാൻ ചെയ്തത് മുഴുവൻ എനിക്ക് കിട്ടിയ വഹീന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നി അഖാഫു, എനിക്ക് പേടിയാണ്. ഇൻ അസൈതു റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ധിക്കരിക്കുമോ എന്ന് എനിക്ക് പേടിയാണ്. അള്ളാന്റെ കൽപ്പനക്ക് എതിരായി എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യം വരുമോ എന്ന് എനിക്ക് പേടിയാണ്. അദാബ യൗമിൻ അദീം, വമ്പിച്ച ശിക്ഷ വരാനിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു അബദ്ധം കൊണ്ട് അള്ളാന്റെ കൽപ്പനക്ക് എതിരാകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. നമുക്കെപ്പോഴെങ്കിലും ഞാനൊരു ഇസ്ലാമിന്റെ ഒരു നിർദ്ദേശം ഞാൻ തെറ്റിച്ചോ, ഞാൻ അള്ളാന്റെ കൽപ്പനക്ക് എന്തെങ്കിലും എതിര് നിൽക്കുന്നുണ്ടോ, നാളെ പരലോകത്ത് റസൂലിനെ ധിക്കരിച്ചതിന്റെ കുറ്റം എനിക്ക് കിട്ടുമെന്നുള്ള പേടി നമുക്ക് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റി നോക്കും നിങ്ങൾ. ഇസ്ലാമിലെ എത്ര ലളിതമായ സുന്ദരമായ ആശയമായിട്ടാണ് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ഒരിക്കൽ ഇങ്ങനെ ഇരിക്കുന്ന സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു തരികയാണ്. നമ്മളൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനകളൊക്കെ ഒന്ന് ഒതുവോടുകൂടെ കിടന്ന് പ്രാർത്ഥിക്കേണ്ടതൊക്കെ പ്രാർത്ഥിക്കാനുണ്ട്. നബി അത് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ അല്ലാഹുമ്മ ഇന്നി അസ്ലംതു വജ്ഹി ഇലൈക്, ആ പ്രാർത്ഥന ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. വബി നബിയിക്കല്ലദീ അർസൽത്, ഇത് പഠിപ്പിച്ചു കൊടുത്തപ്പോ സ്വഹാബി വര്യൻ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തിരിച്ചു പറഞ്ഞു കൊടുത്തപ്പോ നബിയോട് പറഞ്ഞു, നബിയേ ഞാനിത് പഠിച്ചു കഴിഞ്ഞു. തിരിച്ചു ചൊല്ലിക്കൊടുത്തപ്പോ വബി റസൂലിക്കല്ലദീ അർസൽത്, നബിയിക എന്ന വാക്കിന് പകരം റസൂലിക എന്നങ്ങ് വെച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ അവിടെ വെച്ച് നബി തിരുത്തുകയാണ്. ലാ, ഒരിക്കലും അങ്ങനെ പറയണ്ട. വബി നബിയിക്കല്ലദീ അർസൽത്, അത് തന്നെ പറഞ്ഞാൽ മതി. ഇതാ ദീന്. അവിടെ പഠിപ്പിച്ചെന്നതിന് പിന്നെ ഒരു വാക്ക് മാറ്റി കളിക്കുക, എണ്ണ നിശ്ചയിക്കുക, ഇല്ലാത്തത് പറയാ, ഉള്ളതിൽ തന്നെയും ഒരു ഭേദഗതി വരുത്താൻ പോലും സമ്മതിച്ചില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് പിന്നെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ആഘോഷം ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും മാമൂലുകൾ ദീനിന്റെ പേര് പറഞ്ഞ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇസ്ലാമിൽ 2 ആഘോഷം പഠിപ്പിച്ചു, മൂന്നാമതൊരാഘോഷം പഠിപ്പിച്ചിട്ടില്ല ഒരു കാലത്തും. അതുകൊണ്ട് തന്നെ ലോക ചരിത്രത്തിൽ ജന്മദിനം ആഘോഷിച്ചവർ ആരൊക്കെയായിരുന്നു? ഫാത്തിമിയാക്കളും ഉബൈദിയാക്കളും. പിന്നീട് ബഹുഭൂരിഭാഗം വരുന്ന ഷിയാക്കളായിരുന്നു, ഖബറാരാധകരായ ബറേൽവികളായിരുന്നു, സൂഫികളായിരുന്നു. ഇന്നും ബിദ്അത്തിൻ്റെതായ ധാരാളം കക്ഷികൾ ലോകത്തിന്റെ പല മുക്കുമൂലകളിലും ചെയ്യുന്നുണ്ട്. നബിദിനാഘോഷം നടത്താത്തവർ ആരൊക്കെയായിരുന്നു? ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഘോഷിക്കാത്തവരുടെ ലിസ്റ്റ് 2, 4 ഖലീഫമാർ, 3, 2 ലക്ഷത്തിലധികം വരുന്ന സ്വഹാബത്ത്. ഒരിക്കൽ പോലും ഒരു വർഷത്തിൽ പോലും ഇത്തരം ഒരാഘോഷം കൊണ്ടുവന്നിട്ടില്ല. 2 ലക്ഷത്തിലേറെ സ്വഹാബത്തിന് പ്രവാചക സ്നേഹല്ലേ? അവർക്ക് ദീന് പഠിക്കാൻ പറ്റിയിട്ടില്ലേ? അത് കഴിഞ്ഞിട്ട് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ ചരിത്രം വായിച്ചോ? ആർക്കും മലയാളത്തിൽ വായിക്കാൻ കിട്ടും. ഹദീസ് പണ്ഡിതന്മാരായ ഇമാം ബുഖാരിയെ പോലുള്ള പണ്ഡിതന്മാരെ എടുത്ത് വായിച്ചോ? അഹ്ലുസുന്നയുടെ മുഴുവൻ പണ്ഡിതന്മാരെ എടുത്തു വെച്ചോ? ജീവിതത്തിൽ ഒരിക്കൽ പോലും അവർ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. ഞാനും നിങ്ങളും അവരുടെ കൂടെയാണ്, സ്വഹാബത്തിന്റെ കൂടെയാണ്, പ്രവാചകന്റെ കൂടെയാണ്, ഖലീഫമാരുടെ കൂടെയാ. എന്തുകൊണ്ട്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ കാലം കഴിഞ്ഞാൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോ അലൈക്കും ബിസുന്നത്തി, നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, ഖുലഫാഉർ റാഷിദുകളായ പിൽക്കാലത്ത് വരുന്ന ഏറ്റവും നല്ല റാഷിദീങ്ങളുടെ മാർഗം നിങ്ങൾ പിൻപറ്റാൻ ശ്രമിക്കണം. സഹോദരങ്ങളെ, നമുക്ക് ആരോടും എതിർപ്പും വാശിയും ഒന്നുമില്ല. ഞാൻ ഒന്ന് കാര്യം പറയട്ടെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഈ ഒരു ആഘോഷം ഇവിടെ നാട്ടിൽ വരുമ്പോഴുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഗുരുതരമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത മൂന്നാമതൊരു ആഘോഷം ദീനിൽ കൊണ്ടുവരുന്നു. സ്വാഭാവികമായും ദീനിൽ ഇല്ലാത്ത ഒരു ആഘോഷം വന്നാൽ എന്താ സംഭവിക്കുക? ഇല്ലാത്ത പലതും അതിൽ കൂടി വരും.
മീലാദ് ബൾബുകൾ വന്നു, മീലാദ് കേക്കുകൾ മുറിക്കാൻ തുടങ്ങി. ഇവർക്ക് എത്തിയിട്ടുണ്ടോന്ന് അറിയില്ല. നമ്മുടെ കേരളത്തിന് പുറത്തുള്ള പലയിടത്തും ബറേൽവികളായ ആളുകൾ ഹാപ്പി ബർത്ത്ഡേ മീലാദുൻ നബി എന്ന് പറഞ്ഞ് വലിയ കേക്കുകൾ മുറിച്ച് വായിലേക്ക് തിരികെ കൊടുക്കുന്ന രംഗങ്ങൾ കയറി വന്നു. കേക്ക് ഊറ്റാണോ എന്ന് ചോദിച്ചാൽ കേക്കല്ല പ്രശ്നം, അതിന് ഒരു ജന്മദിന ആഘോഷത്തിന്റെ പേര് നബിന്റെ ബർത്ത്ഡേയും പറഞ്ഞ് കൊണ്ടുവരാൻ തുടങ്ങി. ബാംഗ്ലൂരിൽ ഉണ്ണി യേശുവിന് പകരമായി ഉണ്ണി മുഹമ്മദിനെ കൊണ്ടുവന്നു. ക്രിസ്മസിന്റെ പുൽക്കൂടിന് പകരമായി റബീഉൽ അവ്വലിന്റെ മീലാദ് പുൽക്കൂടുകൾ ഉണ്ടാക്കി വെച്ചു. ചാണിന് ചാണായി മുഴത്തിന് മുഴമായി മറ്റു മതസ്ഥരുടെ ആചാരങ്ങൾ ഇങ്ങനെ ഇതിലേക്ക് വലിച്ചു കൊണ്ടുവന്നു. ഇനി എവിടേക്ക് അത് എത്തിപ്പെടുമെന്ന് ആലോചിക്കുക. 2 മദ്ഹ് എന്ന പേരിൽ പ്രവാചകനെ പാടി പ്രശംസിക്കുകയാണെന്ന പേരിൽ പറയാൻ പാടില്ലാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അബ്ദുകൽ മിസ്കീനു യർജു ഫളുലകൽ ജമ്മൽ ഗഫീറു. നബിയെ, അങ്ങയുടെ സാധുവായ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു. നമ്മളൊക്കെ നബിന്റെ അടിമയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫജുദിനാ യാ റസൂലല്ലാഹ് ഫജുദി യാ റസൂലല്ലാഹി മിൻകാ ബിറഹ്മത്തിൻ ലിഅബ്ദിൻ നസീരിൻ ബിദ്ദുനൂബി മുസർവലി. പാപിയായ ദോഷിയായ അടിമയാണ് റസൂലേ, അങ്ങയുടെ കാരുണ്യം എനിക്കു തരണേ. നമ്മൾക്ക് അള്ളാഹിനോട് റഹ്മത്ത് ചോദിക്കണ്ട്. ഇതൊക്കെ നേരെ നബിനോട് ചോദിക്കാൻ തുടങ്ങി. ഒക്കെ പാട്ടാണ്, മദ്ഹാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഷ്റഫുൽ അനാം മൗലിദിൽ കാണാം, ഫഅഗ്സിനി വഅജ്രിനി യാ മുജീറു മിനസ് സഈർ. നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കുന്ന നബിയേ, ഞങ്ങളെ രക്ഷിക്കണം, നരകത്തിൽ നിന്ന് കാക്കണം. നമ്മളെന്താ പ്രാർത്ഥിക്കല്? അല്ലാഹുമ്മ അജ്രിനി മിനന്നാർ. തിരിച്ചു നബിനോട് ചോദിക്കാൻ തുടങ്ങി. അർത്ഥം അറിയാത്തതുകൊണ്ട് നമ്മൾ കുറെ സാധാരണക്കാർ പാവങ്ങൾ ഇതൊക്കെ നല്ലതാന്ന് വിചാരിച്ച് പാടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അവനവന്റെ പരലോകം ആലോചിക്കുക. 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാടില്ലാന്നും വിലക്കിയതുമായ പല കാര്യങ്ങളും നാട്ടിൽ നടക്കുകയാണ്. പണ്ടൊക്കെ ഒരു റബീഉൽ അവ്വൽ 12 മാത്രമായിരുന്നു. ഇതിപ്പോ വിളംബര റാലി എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ 2 ബ്ലോക്ക്, നാടായ നാടും റോഡായ റോഡും മുഴുവൻ ബ്ലോക്ക് ചെയ്തിട്ട് നബിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന വിളംബര റാലി. അത് കഴിഞ്ഞിട്ട് അടുത്ത റാലി, അടുത്ത മഹലിന്റെ റാലി, പിന്നെ കൂട്ട റാലി, പിന്നെ ജില്ലാ റാലി, എല്ലാം കൂടെ ആയി. എന്താ അവസാനം സംഭവിക്കുന്നത്? ഒരു പ്രവാചകന്റെ തെരുവിൽ ആളുകൾ നീരസത്തോടെ വെറുപ്പോടെ വിലയിരുത്താൻ തുടങ്ങുന്നു. ശരി, കഴിഞ്ഞില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ് വിലക്കിയ നിന്നും നടന്നും തിന്നുന്നും കുടിക്കുന്ന രംഗങ്ങൾ ഇങ്ങനെ പരസ്യമായി കൊണ്ടിരിക്കുക. മ്യൂസിക്കിന്റെ അകമ്പടി കിട്ടുന്ന നല്ല മുട്ടും പാട്ടും DJ പാർട്ടി വരെ നബിദിന റാലികളിൽ നടന്നു. നിങ്ങൾക്ക് എന്നോട് എന്ത് വെറുപ്പ് തോന്നിയാലും സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്ന ശ്രദ്ധിക്കണം. ഏതൊരാൾക്കും ഇങ്ങനെ രംഗം പച്ചക്ക് കാണാൻ സാധിക്കും. എവിടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്? 4 റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കാലഘട്ടത്തിലില്ലാത്ത ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാത്തവരെയെല്ലാം പ്രവാചക സ്നേഹമില്ലാത്തവരാണെന്ന് ചാപ്പകുത്തി. അതിലേക്ക്, ആ ലിസ്റ്റിലേക്ക് ആരൊക്കെ പെടുന്ന ആലോചിച്ചു. നബിദിനാഘോഷം കഴിക്കാത്തവർക്കൊന്നും നബി സ്നേഹമില്ല എന്നാണെങ്കിൽ ആ ലിസ്റ്റ് ഏതറ്റം വരെ പോകുന്നുള്ളത് നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇവിടെ എൻ്റെ സഹോദരങ്ങളെ, ഏറെ സ്നേഹത്തോടെ നമ്മൾ പറയാം, ഇവിടെ സത്യത്തിൽ 2025 ഇങ്ങനെ ഇരുന്ന് വിലയിരുത്തുമ്പോൾ ഇവിടെ പ്രവാചക സ്നേഹം കച്ചവടമാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ മുടിയാണെന്ന് പറഞ്ഞിട്ടൊരു മുടി കൊണ്ടുവന്ന്, വ്യാജ മുടി കൊണ്ടുവന്ന് വെച്ച് 1400 കൊല്ലം വളരാത്ത മുടി എന്റെ കയ്യിലുണ്ടത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 1/2 സെന്റിമീറ്റർ വളർന്നു. റൗള ഷരീഫിന്റെ പൊടി എന്റെ അടുത്തുണ്ട്. നബിന്റെ കാലത്തുള്ള ഉമിനീര് എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇതെല്ലാം കലക്കി കുടിക്കി കുലുക്കി സർബത്താക്കി നിങ്ങൾക്ക് തരാൻ പോവുക. നിങ്ങൾ എല്ലാവരും ഇത് കുടിക്കാൻ വരണം ഈ റബീഉൽ അവ്വലിന്. എന്റെ സുഹൃത്തുക്കളെ, ഇവിടെ പച്ചയായി നബി സ്നേഹം, പാവപ്പെട്ട മനുഷ്യന്റെ മനസ്സിലുള്ള വികാരമായ പ്രവാചക സ്നേഹം വിറ്റ് പണമുണ്ടാക്കുന്ന ലയകുലൂന അംവാലന്നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. അള്ളാന്റെ ദീനെന്ന് തെറ്റിക്കുന്ന ചില പണ്ഡിതന്മാര് വരും. ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ചൂഷണം ചെയ്യുന്ന പണ്ഡിതന്മാര് വരും. ശ്രദ്ധിച്ചോളൂ എന്ന് അള്ളാന്റെ ഖുർആനിനകത്ത്, എല്ലാവർക്കും ഉണ്ടല്ലോ ഈ ഖുർആൻ, അള്ളാന്റെ ഖുർആനിനകത്തുള്ള താക്കീതാണ്. അള്ളാഹുവിനെ ഏറെ ഭയപ്പെടുക, പ്രവാചകനെ ശരിയാവണ്ണം നമ്മൾ സ്നേഹിക്കുക, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തോടെ മുന്നോട്ട് പോവുക, അള്ളാഹുവിന്റെ ദീന് ശരിയായി പഠിച്ചു മനസ്സിലാക്കി പകർത്തി മരിക്കുന്നതിന് മുമ്പ് നന്നായാൽ ഖബറിനകത്ത് നമുക്ക് രക്ഷപ്പെട്ട് ബർസഖ് ആനന്ദകരമാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.
الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചു ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉറപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് വലിയ മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഫുകളിൽ ഒഴിഞ്ഞെടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ അതൊന്ന് പൂർത്തിയാക്കിയിരിക്കുക, വരുന്ന ആളുകൾക്ക് അകത്തേക്ക് കയറിയിരിക്കാം. പള്ളിയിൽ നമ്മളെപ്പോലെ തന്നെ ഇതിൻ്റെ പിറകുവശത്ത് ഈ ഖുതുബ കേൾക്കാൻ ഒരുപാട് സഹോദരിമാർ വന്നുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ പള്ളിയിൽ സഹോദരിമാർ രാത്രിയിൽ ഇരുട്ടത്ത് വരെ ഇശാഇന്റെ ജമാഅത്തിന് വരെ സുബഹിന്റെ ജമാഅത്തിന് വരെ വന്ന ഹദീസുകൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെയൊക്കെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരിമാർ ഈ ദീന് എവിടെ നിന്നാണ് ഇനി പഠിക്കുക, കേൾക്കുക എന്ന് നമ്മൾ വിലയിരുത്തണം. പള്ളിയിലേക്ക് വരുന്നത് ഇസ്ലാം വിലക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, വരുന്നവർ അദബോടുകൂടെ വരാൻ. അവർ ആഡംബരങ്ങൾ അണിയരുത്, സുഗന്ധം ഉപയോഗിക്കരുത്, ശബ്ദം വെക്കരുത്, ഇങ്ങനെ ഒരുപാട് നിബന്ധനകളൊക്കെ ഹദീസിന്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പള്ളിയിൽ വരുന്നവർ വളരെ മാന്യമായി കൊണ്ട് ഇബാദത്തുകൾ ചെയ്യുവാനും മറ്റുള്ളവർക്ക് ശല്യമാകാതിരിക്കാനും അനാവശ്യമായ സംസാരങ്ങളും കുശുകുശുകളും ഒന്നും ഇല്ലാതെ ഒരു പള്ളിയുടേതായ അദബുകളെല്ലാം പാലിക്കാനും പുരുഷന്മാരുമായി കൂടിക്കലരാതിരിക്കാനും ഒക്കെ ഏറെ ശ്രദ്ധിക്കാൻ ഇസ്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് പള്ളിയോടുള്ള ആ അദബുകൾ പാലിക്കുന്നതോടൊപ്പം തന്നെ അവിടെ പ്രയാസകരമാകുന്ന രൂപത്തിൽ അവിടുത്തെ വെള്ളത്തെയോ അവിടുത്തെ സൗകര്യങ്ങളെയോ ഫാനിനെയോ മറ്റുമൊക്കെ വെറും ഒരു സാധാരണ ഒരു റൂം പോലെയായി കാണാതെ വലിയ ഒരു അച്ചടക്കം പാലിക്കാൻ ശ്രമിക്കണം. അതിന് സാധ്യമാകാത്തവർക്ക് നല്ലത് വീടാണ് ഉത്തമം എന്നുള്ള കൗലും കൂടെ ഉലമാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഇസ്ലാമാകുന്ന ഈ ദീന് പറയാത്ത ഒരു മേഖലയുമില്ല. തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ഒരിക്കലും വിശന്ന് ഇരിക്കുന്ന അയൽവാസിനെ ആലോചിക്കാതെ ഇവിടെ നിന്ന് വയറ് നിറച്ച് കഴിക്കാൻ നമുക്ക് പറ്റില്ല. അയൽവാസി മുസ്ലിമായാലും അമുസ്ലിമായാലും അവർക്ക് അങ്ങേയറ്റത്തെ ആ നിലക്കുള്ള കടമകൾ നിർവഹിക്കേണ്ടവനാണ് നമ്മൾ. അയൽവാസിക്ക് പുണ്യം ചെയ്യുന്ന ഹദീസ് വായിച്ചപ്പോ സ്വഹാബത്ത് പറയാണ്, മാസാല ജിബ്രീലു യൂസീനി ബിൽ ജാർ. നബി തങ്ങൾ പറഞ്ഞു വിശദീകരിച്ച അയൽവാസിക്ക് പുണ്യം ചെയ്യുന്ന ഹദീസുകൾ ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് ഭയം തോന്നിപ്പോയി, അയൽവാസിക്ക് അനന്തരാവകാശം കൊടുത്തേണ്ടി വരുമോ? അത്രക്ക വലിയ ബാധ്യതയാണ് അത്. മുസ്ലിമായാലും അമുസ്ലിമായാലും നമുക്കുണ്ട് ബാധ്യതകൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് തന്റെ പടയങ്കി പണയം വെച്ചിട്ട് ജൂതന്റെ കയ്യിൽ നിന്ന് ധനസഹായം മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു. രോഗിയായി കിടക്കുന്ന ഒരു ജൂതനായ ആളുടെ മകനെ, കുട്ടിയെ കാണാൻ പോയി സന്ദർശിച്ച രംഗം, എന്നിട്ട് ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിച്ച രംഗം ഹദീസിലുണ്ട്. അപ്പൊ ആ നിലക്ക് മറ്റൊരു മതസ്ഥരുമായി ബന്ധപ്പെട്ട് കൂടിക്കലർന്ന് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരോടുമുള്ള ആ നിലക്കുള്ള കടമകളും ബാധ്യതകളും ഒന്നും നമുക്ക് നിഷേധിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു മതസ്ഥൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ മറ്റൊരു മതസ്ഥന്റെ ആചാരങ്ങളെയും ആഘോഷങ്ങളെയും സ്വീകരിച്ച് ആ വേഷവും ആ നിലക്കുള്ള അതിന്റെ ആഘോഷങ്ങളും ഒക്കെ കൃത്യമായി ഒരു പ്രശ്നവുമില്ലാതെ പങ്കെടുക്കുന്നതിനെ കുറിച്ചുള്ള ഇസ്ലാമിക വിധി എന്താ? അത് പറഞ്ഞാൽ ഇന്ന് വർഗീയവാദിയായി ചാപ്പകുത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ശബരിമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്വാമിമാരിങ്ങനെ പോകുമ്പോൾ അവർക്ക് നമ്മൾ ആരെങ്കിലും വീട്ടിൽ കയറി ഒരു ലേശം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കില്ല. അവർ പറയും, അഹിന്ദുക്കളുടെ ഭക്ഷണം ഞങ്ങൾക്ക് ഈ സമയത്ത് കഴിക്കാൻ പറ്റൂല. അത് വർഗീയവാദമാണോ? അല്ല, അതുവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിമീങ്ങൾക്കൊരു മതമുണ്ട്. ആ മതത്തിനൊരു അതിർവരമ്പുകളുണ്ട്. അതിന് പാടുള്ളതും പാടില്ലാത്തതുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും മറ്റൊരു മതസ്ഥനോട് സാദൃശ്യമായാൽ അവൻ അവരിൽപ്പെട്ടവനാണ്. ഇസ്ലാമിന്റെ പ്രവാചകന്റെ ജന്മദിന ആഘോഷം പോലും പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റൊരു മതസ്ഥന്റെ ആഘോഷത്തെ അങ്ങ് സ്വീകരിക്കാൻ കഴിയുക? ഇപ്പൊ മറ്റുള്ള മതക്കാരൊക്കെ മാറിക്കാണ്. നമ്മൾ ആൾക്കാർ നല്ല സാരി എടുത്ത് അത്യാവശ്യം മേക്കപ്പ് ഒക്കെ ഇട്ട് നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം കുട്ടികള് ഇന്ന് ഇതിന്റെ വലിയ കേമത്തരങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ മാറി നിന്നാൽ ഞാനെങ്ങാനും ഒരു നല്ലൊരു മതഭക്തനാകുമോ എന്ന് പേടിച്ചിട്ട്
എല്ലാവരും ഇതിന്റെ തകൃതിയായ ആസ്വാദനങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലിഫുൽ മുശ്രിക്കീന, ബഹുദൈവ വിശ്വാസികളോട് നിങ്ങൾ എതിർക്കണം. അവരോട് നിങ്ങൾ സ്വഭാവത്തിൽ, സംസ്കാരത്തിൽ, വേഷത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാ പഠിപ്പിച്ചതിന്റെ അർത്ഥം. അവർക്ക് ഭക്ഷണം കൊടുക്കാം, വെള്ളം കൊടുക്കാം, ഒരുപക്ഷെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാമ്പത്തിക സഹായം, അതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചല്ലോ. എന്നാൽ അവരുടെ മതത്തിന്റെയും ആചാരങ്ങളും ആഘോഷങ്ങളും നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നും അവിടെ നമുക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ അവരുടെ പ്രിയപ്പെട്ട സ്വാമിമാര് അവിടുത്തെ ആദരവോടുകൂടെ അവർ പറയുന്നുണ്ട്, ഇത്രാം ദിവസം ഇത്ര പൂക്കളം ഇടണം, വിളക്ക് ഇന്ന സമയത്ത് കത്തിക്കണം, ഇന്ന ഇന്ന വേഷങ്ങൾ ധരിക്കണം. ഓണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പെരുന്നാളിന്റെ സുന്നത്തുകൾ പഠിപ്പിക്കുന്ന പോലെ ഓണത്തിന്റെ ചടങ്ങ് വിശദീകരിക്കുന്നുണ്ട് സ്വാമിമാര്. ഇതെങ്ങനെയാണ് സുഹൃത്തുക്കളെ കേരളത്തിന്റെ കാർഷിക ഉത്സവമായി മാറുന്നത്? ഇത് മതത്തിന്റെ ഉത്സവമാണ്. പക്ഷെ നമ്മുടെ തലച്ചോറിലേക്ക് ഇട്ടു തന്നു, അതൊന്നും എല്ലാവർക്കും ഒന്നും കുഴപ്പമില്ല, അതൊക്കെ കേരളത്തിലൊരു മൊത്തം ഉത്സവമായിട്ട് കണ്ടാൽ മതി എന്ന് പറയുന്നുവെങ്കിൽ ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ആരും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് പറയാലോ, നമ്മൾ ഈ അകത്തിരിക്കുന്ന പള്ളിയിലിരിക്കുന്ന നമ്മളോട് പറയാ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നമ്മളോട് എതിർത്ത് കഴിഞ്ഞാൽ, അത് പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് എങ്ങനെയാണ് അതിനോട് സമരസപ്പെട്ടു പോകാൻ കഴിയുക? നമ്മൾ നമ്മുടെ ഈമാൻ പരിശോധിക്കുക. സാധ്യമാകുന്ന രൂപത്തിലൊക്കെ വിട്ടുനിൽക്കാൻ, സാധ്യമാകുന്നിടത്തൊക്കെ വിട്ടുനിൽക്കുക. എന്തുകൊണ്ട്? അത് നമ്മുടേതല്ല എന്ന കാരണം കൊണ്ട് തന്നെ, ഇസ്ലാമിൻ്റെതല്ല എന്ന കാരണം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ആ ബോധത്തോടു കൂടെ, എന്നാൽ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ഉണ്ടാകേണ്ടുന്ന ചില അച്ചടക്കങ്ങളും അതവുകളെല്ലാം നമ്മൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ രംഗത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഈമാനിനെ, നമ്മുടെ കർമ്മങ്ങളെ നഷ്ടപ്പെടുത്തരുത് എന്നും നമ്മുടെ തലച്ചോറ് ഒരാൾക്കും പണയപ്പെടുത്തരുതെന്നും മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ള കരുത്തുള്ള മുഅ്മിനീങ്ങളിൽ, മുസ്ലിമീങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു തആല പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ പള്ളിയിൽ ഖുതുബയിലൊക്കെ വരാറുണ്ടായിരുന്ന, ഇപ്പോൾ കുറച്ചു കാലം രോഗമായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന അബ്ദുൽ ഖാദർ സാഹിബ് അല്പം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, രോഗശയ്യയിലാണ്. അല്ലാഹു വേദനിക്കുന്ന അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ പ്രതിസന്ധിയിൽ നിന്ന് പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പല നിലക്കുമുള്ള ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ നല്ല മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ പലരുമുണ്ട് റബ്ബേ, നീ അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണമേ. പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങൾ, ഫലസ്തീനിലെ പിടഞ്ഞു വീഴുന്ന കുഞ്ഞുമക്കൾ, ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്നവർ, രക്ഷാപ്രവർത്തകന്മാർ, മാധ്യമ പ്രവർത്തകന്മാർ ഓരോരുത്തരായി പിടഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ഇല്ലാതായി കൊണ്ടിരിക്കുന്ന ഒരു നാടിന്റെ വേദനിക്കുന്ന കാഴ്ചകൾ കണ്ട് പടച്ചറബ്ബെ ഏറെ വിഷമത്തിലാണ് ഞങ്ങൾ. അല്ലാഹുവേ, ആ സഹോദരങ്ങളെ, ആ പ്രിയപ്പെട്ടവരെ നീ സംരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണമേ. അല്ലാഹുവേ, ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാ منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين من اليهود والنصارى. اللهم ربنا توفنا مسلمين والحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد والحمد لله رب العالمين.